എങ്ങോട്ടാ തിരക്കിട്ട് പോകുന്നതെന്നറിയോ? എൻ്റെ ഫേവറേറ്റ് ആക്ടറെ കാണാനാണ്. അതൊരു സർപ്രൈസ് ആണ് കേട്ടോ. ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീടിനടുത്തുള്ള സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇത്തവണത്തെ ന്യൂ ഇയർ ആഘോഷം. സ്കൂളിൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന ഒത്തിരി ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒത്താണ് ഞാൻ ന്യൂ ഇയർ ആഘോഷിച്ചത്. ഡാൻസും പാട്ടും കളിയും ചിരിയൊക്കെ ആയിട്ടൊരു അടിപൊളി ന്യൂ ഇയർ ആഘോഷം. ഡാൻസ് ചെയർ മ്യൂസിക് ചെയറാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമായിരുന്നു. ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ കസാരയ്ക്ക് ചുറ്റൊക്കെ ഓടി അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ചെയർ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ അത് കണ്ടില്ല. പിന്നെ ചേട്ടൻ ഓടിപ്പോയി അവിടെ ഇരുന്നു. പിന്നെ എൻ്റെ ലീലാവിലാസമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ചേട്ടന്മാരും കുറേ നേരം കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അത് ഞാൻ കേൾപ്പിക്കാട്ടോ. പിന്നെ ഞങ്ങൾ കളിച്ചത് തൊപ്പിക്കളിയാണ് കേട്ടോ. തൊപ്പിക്കളി എങ്ങനെയാണ് കളിക്കുകയെന്ന് വെച്ചാൽ, തൊപ്പി ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ആളുകളുടെ തലയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ പോകണം. ശരിക്കും വെക്കണം കേട്ടോ. പാട്ട് വയ്ക്കും. അപ്പോൾ പാട്ട് വെച്ച് എവിടെ നിർത്തുമോ അപ്പോൾ ആ തൊപ്പി ആരുടെ തലയിലാണോ അവർ ഔട്ടാവും. നല്ല കോമഡി ആയിരുന്നു. സമയത്ത് ഏകദേശം 12 മണിയാവാറായിട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. 2025 കഴിയാൻ പോകുന്നു, 2026 പിറക്കാൻ പോകുന്നു. അങ്ങനെ പുതുവർഷമെത്തി. ചേട്ടന്മാരും ചേച്ചിമാരും കേക്ക് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് പടക്കം പൊട്ടിക്കാൻ സമയം നോക്കിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക്. വെൽക്കം 2026. നമ്മുടെ 2026നെ ഏറ്റവും സന്തോഷകരമായി വരവേൽക്കാൻ പോവുകയാണ്. എല്ലാവരും റെഡിയാണോ? യെസ്. ഹാപ്പി ന്യൂ ഇയർ! ഹാപ്പി ന്യൂ ഇയർ! എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഈ പുതുവർഷം എല്ലാവർക്കും നന്മയുള്ളതാവട്ടെ. ഞങ്ങളുടെ വാർഡ് കൗൺസിലറായ ജിഷാൻ്റിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയറിൻ്റെ കേക്ക് കട്ട് ചെയ്ത് തന്നത്. പിന്നെ ചിൽ മൂടായിരുന്നു. ജിഷാൻ്റി ആണെങ്കിൽ എല്ലാവരോടും കൈയടിച്ച് ഡാൻസൊക്കെ കളിക്കാൻ പറയുന്നുണ്ട്. പിന്നെ ജിഷാൻ്റി കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വായിൽ വെച്ച് തന്നു. ഞാൻ കേക്ക് കിട്ടാൻ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് എല്ലാവരും പിന്നെ ഡാൻസായി. പിന്നെ എൻ്റെയും ജിഷാൻ്റിയുടെയും യോ ആൻറ്റി നന്നായി ഡാൻസ് ചെയ്യും കേട്ടോ. ആൻറ്റിയും ആൻറ്റിയുടെ മക്കളും ഡാൻസ് ചെയ്യുന്നത് വീഡിയോ ആയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ സൂപ്പറായിരുന്നു. ഇനിയാണ് ഞാൻ ആദ്യം പറഞ്ഞ സർപ്രൈസ്. അതാരാണെന്നറിയാൻ പോകുന്നത്. ഞാനിവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നെ പ്രജിൻ സാർ ആദ്യമായിട്ട് പഠിപ്പിച്ച ഡാൻസ് RDX മൂവിയിലെ നീലനിലവേ സോങ്. ഇപ്പം എല്ലാവർക്കും ആരാണെന്ന് മനസ്സിലായില്ലേ? മൈ ഫേവറേറ്റ് ആക്ടർ ഷെയ്ൻ നിഗം. ചേട്ടൻ എനിക്ക് ന്യൂ ഇയർ ദിനത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.